ദളപതി വിജയുടെ അവസാന ചിത്രം ജനനായകനിലെ അവസാന പാട്ട്, ദളപതി വിജയ് സിനിമയിൽ പാടിയ അവസാന പാട്ട് ചെല്ലമകളെ സോങ് കെവിൻ പ്രൊഡക്ഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം വാ. ദളപതിയും കുട്ടികളും ഒരു കോംബോയാണ്. ഓ മാസ്റ്റർ വിജയ് ചാം. സൗണ്ട് കുട്ടിയോടുള്ള ഒരു പേര് சிறு 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 பல்லாமோ என்னை வாழ. ക്യൂട്ട് ലുക്കാ. എല്ലാവർക്കും അറിയാവുന്ന പോലത്തെ ഒരു കാര്യമാണ് ദളപതിയും കുട്ടികളും തമ്മിലുള്ള ആ ഒരു കോംബോ, ആ ഒരു പേരെന്ന് പറയുന്നത് അന്യായമാണ്. അതിപ്പം എല്ലാ സിനിമയിലും ദളപതിയും ഒരു കൊച്ചുകുട്ടിയും തമ്മിലുള്ള ഒരു സീൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്, ഫണ്ണാണ്. അറ്റ് ദ സെയിം ടൈം അതിൽ ഇമോഷൻസ് ഒരുപാട് വരുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ദളപതി വിജയ് മാമ എന്ന് വിളിക്കുന്നത് തന്നെ ആ ഒരു അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് കുട്ടികൾക്ക് ദളപതി വിജയ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ ഈ ഇലക്ഷൻ നടക്കുന്നപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും വിജയ് മാമാക്ക് വോട്ടിട്ട് കൊടുക്കണം എന്ന് പിള്ളേർ വീട്ടിലൊക്കെ വാശി പിടിക്കുന്നതും എല്ലാവരും ഇട്ട് കൊടുക്കണമെന്ന് എല്ലാവരോടും പറയുന്നതൊക്കെ അത്രയ്ക്ക് ഒരു ഇമ്പാക്ട്ഫുള്ള് കൊച്ചു കുട്ടികളിൽ അത്രയ്ക്ക് ഒരു സ്നേഹം, ആ ഒരു കണക്ഷൻ, ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിംഗ് ദളപതി വിജയ് കൊച്ചുകുട്ടികൾ എടുത്തിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ ദളപതി വിജയുടെ ആ ഒരു സ്റ്റൈല് കാണിക്കുക, ഡയലോഗുകൾ സംസാരിക്കുക, വിജയുടെ പാട്ട് വരുമ്പോൾ ഡാൻസ് കളിക്കുക എന്നുള്ളതൊക്കെ ഉള്ളത്. അതുപോലെ തന്നെയാണ് ജനനായകരിൽ ആ കൊച്ചുകുട്ടിയായിട്ടുള്ള സീനൊക്കെ ആ ഒരു ക്യൂട്ടായിട്ട് ദളപതി വിജയ് ആ കൊച്ചുകുട്ടികൾ ആ ഒരു ചിരിക്കുന്നതും കോമഡി പറയുന്നതൊക്കെ, ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളുമായിട്ട് ദളപതി വിജയ് വരുമ്പോൾ ആ ഒരു ഫീല് നമുക്കും തോന്നും. അതുപോലെ വിജയുടെ ലാസ്റ്റ് പാട്ടുമാണ്. ഇനി സിനിമയിൽ ഒരു പാട്ടില്ല, ചെല്ലമ്മകളാണ് ലാസ്റ്റ് ആൻഡ് എൻ ഫൈനൽ പാട്ട്. കുട്ടികളോടുള്ള ആ ഒരു കോമഡി പോലും ഭയങ്കര ക്യൂട്ടാണ്. അതിൽ അനിരുദ്ധിന്റെ ആ കിടില മ്യൂസിക്, ഓ മമ്മിന്റെ അവന്റെ അതിലേക്കിപ്പ എല്ലാം നല്ല പടങ്ങളാണ് വരുന്നത്. ലിറിക്സും വിജയും സൂപ്പറായിട്ട്, വിജയ് വോയിസ് പിന്നെ പറയണ്ടല്ലോ. കടകളെ കേട്ടാമലേ മണിവേ വോയിസ് എന്തിക്കടാ നീതാനേ അകലേ ജനനായകൻ സിനിമയിലെ ചെല്ലമ്മകളെ സോങ്ങിന്റെ ഫിലിം വേർഷനാണ് കെവിൻ പ്രൊഡക്ഷൻസ് റിലീസ് ചെയ്തിട്ടുള്ളത്. കിടിലം പാട്ട്. അതിൽ വിജയ് സാർ ആ വോയിസ് വളരെ മെൽറ്റിംഗ് ആയിട്ട്, സോഫ്റ്റ് ആയിട്ട്, ഒരു അങ്ങ് സ്മൂത്ത് ആയിട്ട് പാടിവിടാണ്. ഇതിന്റെ ആ ഒരു ഓഡിയോ ഫസ്റ്റ് റിലീസ് ചെയ്തപ്പോ ലാസ്റ്റ് നീ നെഞ്ചിൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് വരുമ്പോൾ വിജയ് കരയുന്ന പോലത്തെ ആ ഒരു സിറ്റുവേഷൻ പാടുന്നതൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു അന്യായ ഫീൽ ആയിരുന്നു. പ്രത്യേകിച്ച് വിജയ് ഫാൻസിനെ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടം, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പാട്ട്, ആ പടത്തിന്റെ ഇമോഷൻസ് എല്ലാം ഒരുമിച്ച് പലപ്പോഴും അത് എല്ലാവരും പേഴ്സണലായിട്ട് എടുത്തു.
വിജയ് സാർ ലാസ്റ്റ് ആയിട്ട് പാടി കരഞ്ഞ് തീർത്ത് ഇനിയിപ്പോ പാട്ടില്ല എന്നുള്ള രീതിക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇമോഷൻസ്, ആ ഒരു കണക്ഷൻസ്, ആ ഒരു തമാശ, ആ ഒരു കളി തമാശ, ആ ഒരു ആ കുട്ടിയുടെ തലയിലെങ്കിലും ചെറുതായിട്ട് തട്ടുമ്പോൾ ഒരു ആ ക്യൂട്ട്നെസ്, ആ കുട്ടീനെ ആ ഒരു അഴയിൽ ഇങ്ങനെ കെട്ടിയിടുമ്പോൾ അത് ആൻഡ് തമാശ പങ്കിടുന്നത്. ആൻഡ് നമുക്ക് തന്നെ എത്ര സിനിമയിൽ, ഇപ്പൊ മെർസൽ സിനിമയിലായിക്കോട്ടെ, തെറി സിനിമയിലായിക്കോട്ടെ, എത്ര സിനിമയുണ്ട് കുട്ടികളുമായിട്ടുള്ള വിജയുടെ സീനൊക്കെ വരുമ്പോൾ അത് അന്യായ ഒരു ക്യൂട്ട് കെമിസ്ട്രി അതിൽ വരും. അതിൽ വേറെ സംശയമൊന്നുമില്ല. ലിയോയിലാവട്ടെ, കാരണം തളപതി വിജയും കുട്ടികളും തമ്മിലുള്ള ഒരു ആ ഇമോഷൻസ്, ആ ഒരു കണക്ഷൻസ്, ആ ഒരു ബന്ധ ഫീലിങ്സ് എന്ന് പറയുന്നത് അന്യായമാണ്. കാരണം അവർക്ക് തളപതി വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയ കരയും, അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല നടന്ന ചിരിക്കും. അപ്പൊ അമ്മാതിരി എമോഷൻസ് ആണ് പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്ക് തളപതി വിജയമായിട്ടുള്ളത്. ആൻഡ് ഈ ചെല്ലമകളെ സോങ് പടത്തിൽ ഇട്ടപ്പോഴും നല്ലൊരു ഫീൽ ആയിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ മമിതയുടെ ആ പോർഷൻ വരുമ്പോൾ ആ ഒരു ഫീല് അത് കീപ്പപ്പ് ആയിട്ട് ആ മൊമെന്റ് തന്നെ പോയിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് അനിരുദ്ധ് കിടിലനായിട്ട് അവർ നന്നായിട്ട് ഒരു നല്ലൊരു സ്ലോ മ്യൂസിക്, ആൻഡ് ഞാൻ പറഞ്ഞില്ല ആ ഒരു അനിരുദ്ധിന്റെ ഒരു മെലഡി വേഷൻ, ആൻഡ് വിവേക് ലിറിസിസ്റ്റിന്റെ പറയാതിരിക്കാൻ വയ്യ. പുള്ളി ഇട്ട ലിറിസിക്സ് അതിപ്പോ ആ പടത്തില് ആ പാട്ട് മാത്രമല്ല, എല്ലാ പാട്ടിലും. അതുപോലെ ആ ചെല്ല മകളെ ആ ഒരു പാട്ട് പലപ്പോഴും വിജയ് സാറിന്റെ മകളെ വെച്ച് ഇമ്പാക്ട് ചെയ്ത് പാടിയിട്ടുണ്ട് എന്നുള്ള ടോക്ക് വരെ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ലിറിക്സുകൾ അങ്ങനെയാണ്. നീതാനേ എനക്കെല്ലാമേ എൻ ചെല്ല മകളെ കണ്ണേ മണി, അങ്ങനെ ആ ലിറിക്സും ആ ഒരു സൂപ്പർ ആയിരുന്നടാ. ആ ഒരു പാട്ടും ആ കൊച്ചു കുട്ടിയായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ വിജയ് സ്റ്റാറും ആ കൊച്ചു കുട്ടികളും വരെയുള്ള ആ സീനൊക്കെ കിടിലാണ്. ആൻഡ് പാട്ടും അനിരുദ്ധ് സൂപ്പറായിട്ട് ചെയ്തും വെച്ച്, വിജയ് സാറും അന്യായിട്ട് പാടിയും വെച്ച്, വിവേകിന്റെ ലിറിക്സും സൂപ്പറായിട്ട് വന്ന് ജനനായകൻ. ഇനി ആ ജനനായകന്റെ ഒരു പടവും ഇല്ല എന്നുള്ളത് വരുമ്പോൾ സീരിയസ്ലി ഒരു വിഷമം തന്നെയാണ്. കാരണം സിനിമയിൽ കണ്ട അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട, അദ്ദേഹത്തിന്റെ ഡാൻസ് ആയാലും അദ്ദേഹത്തിന്റെ ആക്ടിങ് ആയിരുന്നാലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളും കൂടെ എന്ന നിലയ്ക്ക്, അദ്ദേഹം ഒരു സിനിമ പ്രേമി എന്ന നിലയ്ക്കും അദ്ദേഹം ഇനി ഒരു സിനിമ ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു സിനിമയില്ല, അദ്ദേഹത്തിന്റെ ഒരു FDFS ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു ട്രെയിലർ, ടീസർ, ഗ്ലിംസ്, ഫസ്റ്റ് ബഞ്ച്, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ പല സോങ്ങുകൾ, അങ്ങനെ ഒന്നും ഇല്ലെന്ന് അറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡിസിഷൻ മാറി, അദ്ദേഹം വേറൊരു ജോണറിൽ ഷിഫ്റ്റ് ആയി വേറൊരു ഫീൽഡിലേക്ക് പോയി, അവിടെ ഒരു ജനനായകനായി. ചെല്ലമകളെ അതുപോലെ ചെല്ലം പോലത്തെ പാട്ട്.